നടി രഞ്ജിനി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. ഈ ഹർജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് വലിയ ചർച്ചയായി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഹർജി കൊടുക്കാൻ കാരണം? ഇപ്പോൾ എന്തിനും സംസാരിക്കുന്നത് ബിക്കോസ് ഹർജി എന്തിനും മീൻസ് ഇറ്റ്സ് മൈ ലീഗൽ റൈറ്റ്. പക്ഷേ ഇത് ജൂലൈ 5-ാം തീയതി പുറത്തു വിടാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ലീഗൽ റൈറ്റിന്റെ കാര്യം ആലോചിച്ചില്ല. ഇപ്പോൾ ഇന്നലെ മാത്രം അങ്ങനെ ഒരു ആലോചന ഉണ്ടാകാൻ കാരണം വെയിറ്റ് ചെയ്തിരുന്നു. ആരെങ്കിലും ഇത് ഞാൻ റിലൈ ചെയ്തത് വനിതാ കമ്മീഷൻ അത് അപ്ലൈ ചെയ്തില്ല. അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഞാൻ പോയത്. അല്ല, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളുടെ റൈറ്റ് അല്ലേ, ഈക്വൽ റൈറ്റ് അല്ലേ. അപ്പോൾ അത് ചോദിക്കുന്നത് അവരുടെ അവകാശം. ബിക്കോസ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദം ടു അപ്ലൈ. അവർ ആരും ചെയ്തിട്ടില്ല. അത് കാരണം കൊണ്ട് ഐ ഗേവ്. മാം, അതിൽ മൊഴി കൊടുത്ത മുഴുവൻ ആളുകളെയും ഈ റിപ്പോർട്ട് കാണിക്കണമെന്നുള്ളതാണ് ആവശ്യം. അതെ, അത് പ്രായോഗികമാണ്. യെസ്, 1 സെക്കൻഡ്. ഹലോ, വന്നോ? ഞാനിവിടെ ഉണ്ട്. വരുന്നുണ്ടോ പ്ലീസ്? അല്ല, ഇത് ഡൊമസ്റ്റിക് അല്ലേ? രഞ്ജിനി നൽകിയ ഹർജിയാണ് തിങ്കളാഴ്ച കോടതി പരിഗണിക്കുന്നത്. അപ്പോൾ കാനറ ബാങ്ക് നൽകി എന്നാണ് അവർ വിശദീകരിക്കുന്നത്. അവർ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. മാഡം പറഞ്ഞു. ഞാൻ എന്താ ഉള്ളത്, മൺഡേ വரைക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിത് തടസ്സപ്പെടുത്തുന്നില്ല. എനിക്ക് ഈ റിപ്പോർട്ട് പുറത്തു വരണം. പക്ഷേ ആസ് എ പാർട്ടിസിപ്പൻറ്റ് ഞാൻ കോൺസെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലീഗൽ റൈറ്റ് ഉണ്ട്. എനിക്ക് അത് സ്റ്റേറ്റ്മെൻറ്റ് എന്താ റെക്കോർഡ് ചെയ്തത് എനിക്ക് കാണണം. അതില്ലാണ്ട് ആ റിപ്പോർട്ടിൽ എന്താ എഴുതിയിരിക്കുന്നത്, വാട്ട് ഈസ് ദ റെക്കമെൻഡേഷൻ? ബിക്കോസ് എനിക്ക് വേണ്ടത് എൻ്റർടൈൻമെൻറ്റ് ട്രൈബ്യൂണലാണ്. സോ ഇത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇഷ്യൂസ് വന്നപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ട്രൈബ്യൂണൽ ഇല്ലെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് ടാക്സ് പേയേഴ്സ് മണി. അതിന് വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ഐ ഹാവ് ഫെയ്ത്ത് ഇൻ അവർ ഗവൺമെൻറ്. നമ്മളുടെ CM നല്ല ഇതാണ്. അവർ ഇന്ന് മാറ്റി വെച്ചു എനിക്ക് വേണ്ടി. ഐ എം വെരി വെരി താങ്ക്ഫുൾ ടു CM സർ. മാം പറയുന്നത് മാമിൻ്റെ ഒരു സ്വകാര്യത സംബന്ധിച്ച വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഈ അത് കാണണമെന്ന് ആവശ്യപ്പെടുന്നത്? അങ്ങനെയുള്ള വിവരങ്ങൾ, അതായത് മാം കൊടുത്ത മൊഴിയിൽ എന്തെങ്കിലും മൊഴി അങ്ങനെ പുറത്തു വരരുത് എന്ന് കരുതിയാണോ ഇത് വൈകിക്കാൻ പറയുന്നത്? ഇല്ല, പുറത്ത് പറഞ്ഞു. ഹലോ, ഞാനേ മാഡം നൽകിയ മൊഴിയിലെ സ്വകാര്യത ഞാൻ പറയാം. 2 മണിക്ക് ശേഷം തടസ്സ ഹർജി അല്ല, ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമല്ല താങ്കൾ പറയുന്നത്. അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വരണം. അറിയാനുള്ള അവകാശം സ്വാഭാവികമായും ശ്രമം വരികയാണ്. അതിനിടയിലാണ് നടി രഞ്ജിനി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയതും ആ വിഷയത്തിൽ പ്രതികരിച്ചതും. മാം, അപ്പോൾ തിങ്കളാഴ്ച വരെ കാത്തു നിൽക്കുകയാണ്. അതെ, തിങ്കളാഴ്ച നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞത് സ്വകാര്യത സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്ക ഉള്ളതുകൊണ്ടാണ്. ആ മൊഴി പുറത്തു വരുമെന്ന് എന്തെങ്കിലും ആശങ്ക ഉള്ളതുകൊണ്ടാണോ? ആശങ്ക മീൻസ് ഞാൻ ഈ ഹിയറിംഗ് പോവില്ലല്ലോ. സോ ഐ വെൻ ദേ എല്ലാവർക്കും നീതി കിട്ടണം. ഈ എസ്പെഷ്യലി എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു ട്രൈബ്യൂണൽ വേണം. ബിക്കോസ് സീരിയസ് ആണ് ഇൻസിഡൻസ് ആണ് നടക്കുന്നത്. ഇറ്റ് ഹാസ് ടു ബി ദർ ഷുഡ് ബി എ ഫുൾ സ്റ്റോപ്പ് ടു ഇറ്റ്. ഈ അമ്മ ഇങ്ങനത്തെ അസോസിയേഷനിൽ കാര്യമല്ല പോയിട്ട്. സോ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഹിയറിംഗ് പോയത്. അത് കാരണം കൊണ്ട് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എന്താണ് റെക്കോർഡ് ചെയ്തു അത് ഇതുവരെ ഗവൺമെൻറ് എനിക്ക് തന്നിട്ടില്ല. ഐ വാണ്ട് ടു നോ വാട്ട് ഈസ് റിട്ടൺ. ദാറ്റ് ഈസ് മൈ ലീഗൽ ഫണ്ടമെൻ്റൽ. അത് ആ അവകാശത്തെ ഖനിക്കണമെന്നൊന്നും പറയുന്നില്ല, അത് അംഗീകരിക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം ആ റിപ്പോർട്ടിൽ ഉണ്ടാകില്ല, സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു വിഷയവും ഉണ്ടാകില്ല, നിങ്ങളുടെ മൊഴി ഉണ്ടാകില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആശങ്ക? അതെല്ലാം എല്ലാവരും പറയുന്നു. പക്ഷേ അത് എനിക്ക് കാണണ്ടേ, കണ്ടിട്ട് പബ്ലിഷ് ചെയ്യാം. ആ റിപ്പോർട്ടും ഓക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു, അതിനനുസരിച്ച് ഇങ്ങനെയാണ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് ദ റിപ്പോർട്ട്?
സോ അത് കണ്ടിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം. അതായത് ഇന്നലെ ഒരു ഹർജി കൊടുത്തത് കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് വീണ്ടും വൈകുകയാണ്. അത് നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അവകാശത്തെ പോലും is only going to take place 1 week or so. 5 വർഷം നമ്മൾ വെയിറ്റ് ചെയ്തു, ഇതുവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ലേ? ഐ തിങ്ക് മീഡിയ യു പീപ്പിൾ നിങ്ങൾക്കാണ് ക്ഷമയില്ല തോന്നുന്നു. ഞങ്ങൾ എല്ലാവരും ഒരു 50 പേരുണ്ടായിരുന്നു, ഇതുവരെ ആരും റിജക്ട് ചെയ്തിട്ടില്ല, എല്ലാവരും സപ്പോർട്ടാണ്. ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാത്തിരിപ്പിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. 5-ാം തീയതി ഈ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ഇത്രയും ഈ ഒരു ഹർജിയുമായി കോടതിയിലേക്ക് പോകാൻ വൈകാൻ കാരണം എന്താണ്? 5-ാം തീയതി വന്നതാണല്ലോ ഇത്. ഞാൻ വൈകിട്ടില്ലല്ലോ. വൈകാൻ കാരണം ഞാൻ വിചാരിച്ചു നമ്മളുടെ കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻ, വുമൻ കമ്മീഷൻ അവർ പറയുമെന്ന്, അവർ ചോദിക്കുമെന്ന്. അവർ ചോദിച്ചില്ലല്ലോ. അപ്പോൾ അത് കാരണം കൂടെ നിവൃത്തിയില്ലാതെയാണ് ഞാൻ ലാസ്റ്റ് മിനിറ്റ് പോയത്. I'm not going to stop the publication. I want the report to be published. പക്ഷേ പബ്ലിഷ് ചെയ്തതിന് മുമ്പ് as a participant I have legal right to examine it. തിങ്കളാഴ്ച വരെ കാത്തു അതെ. റിജക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിയമ പോരാട്ടമായിട്ട് വീണ്ടും പോകും. നമുക്കത് നോക്കാമെന്നേ. നമുക്ക് തിങ്കളാഴ്ച വരെ സമയമുണ്ടല്ലോ. ജഡ്ജ് പറയട്ടെ. എനിക്ക് ബഹുമാനമുണ്ട് കോടതിയിൽ. അതേപോലെ നമ്മളോട് CM ചെയ്തത് വളരെ നന്ദി. ഞാൻ താങ്ക്സ് പറയുന്നു CMക്ക്. ബിക്കോസ് CM കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഹിയറിംഗ് വെച്ചിരുന്നു. ഐ തിങ്ക് ഇന്ത്യയിലെ ദ ഫസ്റ്റ് ടൈം ആണ് വുമനക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഹിയറിംഗ് വെച്ച് ഇങ്ങനെ ഒരു കമ്മിറ്റി വെക്കണമെന്ന് മുമ്പോട്ട് വന്ന് CMക്ക് ഞാൻ നന്ദി പറയുന്നു. അതേപോലെ ഇന്ന് അങ്ങേരെ എൻ്റെ ഹിയറിംഗ് വേണ്ടി വെയിറ്റ് ചെയ്തതിൽ വളരെ നന്ദി ഉണ്ട് എനിക്ക്. താങ്ക് യു. ഇതാണ് എന്തായാലും രഞ്ജിനി വ്യക്തമാക്കുന്നത്. തിങ്കളാഴ്ച കോടതിയിൽ ഈ കേസ് എത്തുന്നുണ്ട്, അതുവരെ കാത്തിരിക്കാം എന്നുള്ളതാണ് രഞ്ജിനി പറയുന്നത്. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല കോടതിയിലേക്ക് പോയത് എന്നുള്ളതാണ് രഞ്ജിനി വ്യക്തമാക്കുന്നത്. നെല്ലിമുരുകനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്. അമൽ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ്. രാവിലെ രേവതി സംസാരിക്കുമ്പോഴും പറയുന്നുണ്ടായിരുന്നു WCCയിലെ എല്ലാവർക്കും ഈ റിപ്പോർട്ട് പുറത്തു വരണം എന്നത് തന്നെ ആഗ്രഹം, അതുതന്നെയാണ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രഞ്ജിനിക്ക് അവർ നൽകുന്ന മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള അവസരമുണ്ടെങ്കിൽ അത് ഉണ്ടായിക്കൊണ്ടേ, അത് കുഴപ്പമില്ല എന്ന്. ഇപ്പോൾ രഞ്ജിനിയും പറയുന്നത് റിപ്പോർട്ട് പുറത്തു വരുന്നതിന് താൻ എതിരല്ല, പക്ഷേ അതിൽ എന്താണുള്ളത് എന്ന് തനിക്കറിയണം എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഒരു മറുപടി തന്നെയല്ലേ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചത്?